വിദ്വേഷ പരാമർശങ്ങൾ ആവർത്തിച്ച് വെള്ളാപ്പള്ളി നടേശൻ. റിപ്പോർട്ടർ പ്രതിനിധി റഹീസ് റഷീദിനെ മതതീവ്രവാദി എന്ന് പറയാതിരുന്നത് തെറ്റായിപ്പോയി എന്ന് തോന്നിയെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. താൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഒരിഞ്ച് പോലും പിന്നോട്ടില്ല, പറഞ്ഞതെല്ലാം പറഞ്ഞതാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. എന്നെ പച്ചയായി പിച്ചിക്കേറി തിന്നാൻ ചില മാധ്യമങ്ങൾ ഇന്ന് മത്സരിക്കുക. പ്രത്യേകിച്ച് ഒരു മാധ്യമം, ആ മാധ്യമം എത്ര നാളായി എന്നെ വേണ്ടയാണ്. ഞാൻ എന്ത് തെറ്റിയത്? വേറെ ചങ്ങനാശ്ശേരി ചെന്ന് കാണിക്കുമോ? ഇത് ചങ്ങനാശ്ശേരി കയറ്റുമോ? ചങ്ങനാശ്ശേരി ഇതുപോലെ ഒന്ന് പറയാൻ ഇവർക്ക് തൻ്റെ ഇടമുണ്ടോ? ഒരു പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവനായിപ്പോയി എന്നുള്ളത് കൊണ്ട് എന്നോട് എന്തും ആകാമെന്നുള്ളതാണോ ചിന്ത? ഞാൻ എന്ത് തെറ്റിയത്? നട്ടുച്ചയ്ക്ക് 12 മണിക്ക് എന്നെ ഒട്ടവരായിട്ട് റോഡ് നടലോറി എത്തിക്കൊണ്ട് ഈ 89-കാരനെ ഈ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഇതാണോ മര്യാദ? ഞാൻ പറഞ്ഞിട്ടും കേൾക്കാതെ വന്നപ്പോൾ ഞാൻ തട്ടിയെന്നുള്ള നേരാണ്. ഞാൻ ചവിട്ടിയില്ലല്ലോ, എൻ്റെ മര്യാദ തട്ടിമാറ്റിയല്ലോ. അതിനുടനെ കലിതുള്ളി. ഈ കലിതുള്ളൽ ഈ മീഡിയ തുടങ്ങിയിട്ട് ഒരു മീഡിയകൾ പ്രത്യേകിച്ചു തുടങ്ങിയിട്ട് എത്ര നാളായി? മാസങ്ങളായില്ലേ നമ്മളെ ഈ സമുദായത്തെ എന്നെയും പരസ്പരം തമ്മിലെടുപ്പിച്ചും വർഗീയവാദിയാണെന്ന് വരുത്തുവാൻ. മതതീവ്രവാദി എന്ന് ഞാൻ പറഞ്ഞില്ല, അത് പറയാതെ പോയതാണ് അബദ്ധം. എനിക്ക് തോന്നുന്നു തീവ്രവാദി അതിനെയും പറയും. ഒരു ചാനൽ വിചാരിച്ചാൽ ഒരു ചുക്കിന് കിട്ടിയാൽ എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ഇനിയും ആർക്കെങ്കിലും വേണമെങ്കിൽ എൻ്റെ ചോരയ്ക്ക് കുതിക്കുന്നെങ്കിൽ ശ്രമിക്കാം. പക്ഷേ അഭിപ്രായം പറഞ്ഞതിൽ ഒരു ഇഞ്ച് മാറുകയില്ല. പറഞ്ഞതെല്ലാം പറഞ്ഞത് തന്നെ. സായ്കുമാർ നമുക്കൊപ്പം. സായ്കുമാർ, പറഞ്ഞതെല്ലാം പറഞ്ഞത് തന്നെയാണ്. പറഞ്ഞത് ഇത്തിരി കുറഞ്ഞു പോയോ എന്നേ സംശയമുള്ളൂ എന്നതല്ലേ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിന്റെ ചുരുക്കം? തീർച്ചയായും സുജയ, ഒരു ഇഞ്ച് പോലും ഇന്നലെ പറഞ്ഞതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് വെള്ളാപ്പള്ളി നടേശൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയുകയാണ്. പൊതുസമൂഹത്തിൽ നിന്നുയർന്ന വിമർശനങ്ങളെ ഒന്നും ഒരു തരത്തിലും കാര്യമാക്കുന്നില്ല വെള്ളാപ്പള്ളി നടേശൻ. അതോടൊപ്പം മത തീവ്രവാദി എന്ന് വിളിച്ചില്ലല്ലോ, അത് വിളിക്കാത്തത് കുറഞ്ഞുപോയി, വിളിച്ചത് കുറഞ്ഞുപോയി എന്നുള്ള ന്യായീകരണമാണ് വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് നിരത്തുകയും ചെയ്യുന്നത്. അതോടൊപ്പം ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ ഈ പറഞ്ഞതിനെ ന്യായീകരിക്കുന്നത് തീവ്രമായി സംസാരിക്കുന്നവനെയാണ് തീവ്രവാദി എന്ന് വിളിക്കുന്നത്, മിതമായി സംസാരിക്കുന്നവരെ താൻ മിതവാദി എന്ന് വിളിക്കും. ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ തീവ്രമായി സംസാരിക്കുന്നത് കൊണ്ടാണ് തീവ്രവാദി എന്ന് വിളിച്ചത് എന്ന ഒരു ന്യായീകരണം കൂടി ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നുണ്ട്. അങ്ങനെ താൻ പറഞ്ഞപ്പോൾ അത് ഉടനെ തന്നെ മത തീവ്രവാദിയാക്കി എന്ന ഒരു ന്യായീകരണമാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. അതായത് താൻ മത തീവ്രവാദി എന്നല്ല ഇന്നലെ ഉദ്ദേശിച്ചത്, അങ്ങനെ വിളിക്കാത്തത് തെറ്റായിപ്പോയി എന്നുകൂടി ഇപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞു വെക്കുകയാണ്. ഈ പറഞ്ഞതിൽ നിന്നൊന്നും ഒരിഞ്ച് പോലും പിന്നോട്ടില്ല എന്നുകൂടി വെള്ളാപ്പള്ളി പറയുകയാണ്. അദ്ദേഹം പറയുന്നത് തന്നെ സംസാരിക്കാൻ മാധ്യമങ്ങൾ അനുവദിക്കുന്നില്ല, അതുകൊണ്ടാണ് താൻ പ്രകോപിതനായത്. റിപ്പോർട്ടറിന്റെ അടക്കം മൈക്ക് തട്ടിമാറ്റാൻ താൻ ശ്രമിച്ചു എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അത് സംസാരിക്കാൻ അനുവദിക്കാതിരുന്നപ്പോഴാണ് എന്ന ഒരു ന്യായീകരണം കൂടിയാണ് വെള്ളാപ്പള്ളി പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ ഇനിയും താൻ ആവർത്തിക്കും എന്നുകൂടി വെള്ളാപ്പള്ളി പറയുന്നുണ്ട്. അതായത് ഏതെങ്കിലും തരത്തിൽ ഒരു ഖേദം, അങ്ങനെ നമ്മുടെ ഒരു മാധ്യമപ്രവർത്തകനെ റഹീസിന്റെ തീവ്രവാദി എന്ന് വിളിച്ചതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഖേദം വെള്ളാപ്പള്ളിക്കില്ല, അത് കുറഞ്ഞുപോയി എന്നുള്ളതാണ് വെള്ളാപ്പള്ളി ഇപ്പോൾ അലട്ടുന്ന ഒരു പ്രശ്നം. ഇനിയും ഇത്തരം പരാമർശങ്ങൾ ആവർത്തിക്കും എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. അദ്ദേഹത്തിനെതിരായ വിമർശനങ്ങൾ അദ്ദേഹം പറയുന്നത് ഈഴവ സമുദായത്തെയും വെള്ളാപ്പള്ളി നടേശനെയും തെറ്റിപ്പിക്കാൻ വേണ്ടി ബോധപൂർവം ഒന്ന് തുടരണം. ഞാനൊന്ന് ശരത് എസ് എസിലേക്ക് കൂടി പോവുകയാണ്. ശരത് എസ് എസ്, മൈക്ക് തട്ടിയത് ശരിയാണ്, ചവിട്ടിയില്ലല്ലോ എന്നൊക്കെയുള്ള വിശദീകരണങ്ങളിലേക്കൊക്കെയാണല്ലോ പോകുന്നത്. എന്തായിരുന്നു ഈ പരിപാടി? ഈ പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾക്കൊക്കെ സമുദായ അംഗങ്ങളിൽ നിന്ന് വലിയ കയ്യടിയാണോ കിട്ടിയത്? ആരൊക്കെ ഉണ്ടായിരുന്നു വേദിയിലൊപ്പം? ഇന്ന് വന്ന് സംസാരിക്കുന്ന സമയത്ത് പലതരത്തിൽ പല ആൾക്കാരും പല വർത്തമാനം പറയുന്നുണ്ട്. ഗുരുമന്ദിര സമർപ്പണ പരിപാടിയിലായിരുന്നു. ഇന്നും നമ്മുടെ നാട്ടിൽ ചില ആളുകൾ പറയുന്നില്ലേ, അടുത്ത ജനനത്തിൽ ബ്രാഹ്മണനായി ജനിക്കണം. ശരത്ത്, വ്യക്തമല്ല, പുറക്കാടാണ് ഈ പരിപാടി നടന്നത്. പരിപാടി നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ശരത്ത് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്നാൽ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായി കേൾക്കാൻ കഴിയും. ഞാൻ അപ്പോൾ ഒന്ന് സായ്കുമാറിലേക്ക് പോകാം. സായ്കുമാർ 89-കാരനാണ്, സംഭവം ശരിയാണ്, അദ്ദേഹത്തിന് വാർദ്ധക്യത്തിൻ്റെതായ പ്രശ്നങ്ങളൊക്കെയുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം തെറ്റായിപ്പോയി, അല്ലെങ്കിൽ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി ചോദിക്കാൻ പാടില്ലായിരുന്നു എന്നതാണോ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്?
അതാണ് സുജയ അദ്ദേഹം പറയുന്നത്. 89കാരനെ നട്ടുച്ചയ്ക്ക് പോസ്റ്റ്മോർട്ടം ചെയ്തു എന്ന തരത്തിലുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. പക്ഷേ ഇന്നലെ അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനം കണ്ടവർക്കറിയാം. കണിച്ചുകുളങ്ങരയിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ മാധ്യമപ്രവർത്തകർ അദ്ദേഹം പറയുന്നത് മുഴുവൻ കേട്ടതിന് ശേഷമാണ് പിന്നീട് അതിരുവിട്ട ഈ ഒരു വാക്പ്രയോഗം ഉണ്ടായപ്പോഴാണ് മാധ്യമപ്രവർത്തകർ അതിൽ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും അതിൽ വ്യക്തത ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ഒരു 89കാരനെ വട്ടം കൂടിയിരുന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുകയായിരുന്നു, ചങ്ങനാശ്ശേരിയിൽ പോയത് ചെയ്യുമോ എന്നൊക്കെയുള്ള ന്യായവാദങ്ങളാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. അതോടൊപ്പം മൈക്ക് തട്ടിമാറ്റി താൻ ചവിട്ടിയില്ലല്ലോ എന്നുകൂടി വെള്ളാപ്പള്ളി ചോദിക്കുന്നുണ്ട്. അദ്ദേഹം ശരിയാണ്, അദ്ദേഹം 89 വയസ്സുള്ള വന്ധ്യവയോധികനായിട്ടുള്ള ഒരു നേതാവാണ്. പക്ഷെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളും ആ രീതിയിലല്ല എന്ന് പറയേണ്ടി വരും. അങ്ങേയറ്റം മോശമായ രീതിയിൽ മാധ്യമപ്രവർത്തകരെ അധിക്ഷേപിക്കുന്നു, ക്യാമറ നോക്കി അശ്ലീല ആംഗ്യം കാണിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നത് താൻ മത തീവ്രവാദി എന്ന് വിളിച്ചില്ലല്ലോ, അത് തെറ്റായിപ്പോയി അങ്ങനെ വിളിക്കാതിരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തുകൊണ്ട് തീവ്രവാദി എന്ന് വിളിച്ചു എന്ന് ചോദിക്കുമ്പോൾ തീവ്രമായി സംസാരിക്കുന്നവൻ തീവ്രവാദിയും മിതമായി സംസാരിക്കുന്നവനെ മിതവാദിയും എന്നാണ് താൻ ഉദ്ദേശിച്ചത് എന്ന ഒരു ന്യായീകരണം കൂടി അദ്ദേഹം ചമയ്ക്കുന്നുണ്ട്. ഒരിഞ്ച് പോലും ഈ പറഞ്ഞതിൽ നിന്ന് പിന്നോട്ടില്ല, ഇത് ഇനിയും തുടരും എന്നുള്ളത് ഒരു വെല്ലുവിളിയുടെ സ്വരത്തിൽ തന്നെ വെള്ളാപ്പള്ളി നടേശൻ അവിടെ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ വന്ന വിമർശനങ്ങളും അദ്ദേഹം തിരുത്തണം എന്ന പൊതുമണ്ഡലത്തിൽ നിന്ന് വന്ന നിർദ്ദേശങ്ങളൊന്നും ഒരു തരത്തിലും വെള്ളാപ്പള്ളി നടേശൻ സായ്കുമാർ, ഇക്കാര്യത്തിൽ എന്താണ് വേദിയിൽ ഉണ്ടായിരുന്ന മറ്റ് ജനപ്രതിനിധികൾക്കടക്കം ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്നതുകൂടി അറിയണം. ആ വേദിയിൽ മറ്റ് ജനപ്രതിനിധികളും ഉണ്ടായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ ഈ പ്രസ്താവന നടത്തുമ്പോൾ.